പ്രകാശ, നിന്റെ അറിവിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വട്ടുണ്ടോ? വട്ട എൻ്റെ അറിവിലില്ല. അമ്മയുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല ഏട്ടത്തി. ഇല്ല, എന്താ കാര്യം? എന്നാ വട്ടുണ്ട് നിന്റെ ചേട്ടന്. ആദ്യം ഒരു കാര്യം പറയും, കുറച്ചു നേരം കഴിഞ്ഞത് മാറ്റി പറയും. ഇത് തന്നെ സ്ഥിരം പരിപാടി. പിന്നെ വായി തോന്ന പിച്ചും വേയും തികച്ചും വിളിച്ചു പറയും. നിനക്ക് നിന്റെ ചേട്ടനോട് വല്ല സ്നേഹം ഉണ്ടെങ്കിലേ അധികം താമസിയാതെ പുള്ളിയെ കൊണ്ട് വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കാണിക്കാൻ നോക്കും. ഓഹോ, അപ്പൊ കോംപ്രമൈസ് ആയിട്ടില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നോക്കണ്ട, അടിച്ചു പിരിയാൻ തന്നെയാ പ്രാർത്ഥിച്ചത്. എന്നെ അമ്മ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ അമ്മ? അതെ, പക്ഷേ മോഹൻ മാളുവിന് കൊടുത്ത വാക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിക്കണം. അതിനാണ് വട്ടെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ആസ്പത്രി കൊണ്ട് ചികിത്സിക്കാൻ നോക്ക്. ആശ, അവനെ കൊണ്ടുപോകുമ്പേ ഇവരേണ്ടി കൊണ്ടുപോകാൻ നോക്ക്. എല്ലാത്തിനും ചികിത്സയുടെ കുറവുണ്ട്. മര്യാദക്ക് സംസാരിക്കണോ? മര്യാദക്ക് തന്നെ പറഞ്ഞ യശോദാമേ. അതെ, കൂടുതൽ ഒച്ച പൊങ്ങല്ലേ. എന്റെ മനസ്സിലിരിക്കുന്നൊക്കെ ഇവിടെ പറഞ്ഞാലേ അച്ഛനും മോളും തലകുനിച്ച് നടക്കേണ്ടി വരും. എനിക്ക് വട്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷെ എന്റെ കുടുംബം നല്ല അന്തസ്സുള്ള കുടുംബമാണ്. അല്ലാതെ നിങ്ങളെ പോലെ ഒരു ലോഡ് അച്ഛനും ഒരു ലോഡ് അമ്മയൊന്നും എനിക്കില്ല. അതെന്താടി ഒരു ലോഡ് അച്ഛനും ഒരു ലോഡ് അമ്മയും? അതൊക്കെ ഞാൻ സമയമാകുമ്പോ പറയാമ്മ, അല്ലേ പ്രകാശേട്ടാ? ഇവിടെ എല്ലാവരും അറിഞ്ഞേച്ചി, ഞാനും അങ്ങേരും ഇപ്പോഴും വഴക്കാന്ന്. അതാര് പറഞ്ഞു? അങ്ങേരുടെ പെരുമാറ്റം കണ്ടപ്പോ രാവിലെ എല്ലാവർക്കും സംശയവും തോന്നിയിട്ടുണ്ടായിരുന്നു. യശോദാമ്മയ്ക്കും അഞ്ജുവിനൊക്കെ ഭയങ്കര സന്തോഷമായി. അവരിത് മാളുവിനെ അറിയിക്കുമെന്ന് എൻ്റെ സംശയം. അതാ അഞ്ജു തന്നെ മാളുവിൻ്റെ പറഞ്ഞു കൊടുത്തോളൂ, നിന്നെ ദ്രോഹിക്കാനായിട്ട്. മാളുവിനോട് എന്ത് പറയുന്ന ഓർത്തിട്ട് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. നീ ഇപ്പം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് നോക്കാം, ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ഞാൻ തിരിച്ചു വിളിക്കാം. ശരി ചേച്ചി. ഷടാ, വക്കീൽ ഓഫീസ് റൂമിൽ ഇരുന്ന് കുടിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇത് ആരുടെയാ? അതിന് 2 ഗ്ലാസ് ഉണ്ടല്ലോ. ശരിയാക്കി കൊടുക്കാൻ നേരം ഞാൻ. ഹലോ, വക്കീൽ എവിടെ ഉണ്ട്? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. കാര്യമൊക്കെ വന്നിട്ട് പറയാം. വാ ഇങ്ങോട്ട്.